സത്യമാഷും പത്മിനിയക്കനും ഒക്കെ അഭിനയിച്ച സ്നേഹസീമ, അത് ഏത് വർഷമായിരുന്നു? 1954 ഒക്ടോബറിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. അത് റിലീസ് ചെയ്ത് ആ വർഷത്തിൽ തന്നെ ക്രിസ്മസിന്, അതായത് ഡിസംബർ 25. നല്ല ഒരു പടമായിരുന്നു. നല്ലതെന്ന് പറഞ്ഞാൽ അന്ന് മലയാള ചലച്ചിത്ര രംഗത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല ഒരു മലയാള പടം. ആ ചിത്രത്തിൽ എനിക്ക് 29 വയസ്സ് പ്രായമുള്ള ഞാൻ 75 വയസ്സ് പ്രായമുള്ള പൂപ്പള്ളി തോമസ് എന്ന് പറയുന്ന ഒരു ലക്ഷപ്രഭുവിൻ്റെ വേഷം അഭിനയിച്ചുകൊണ്ടാണ് രംഗത്ത്. പക്ഷേ ഞാൻ ആ ചിത്രം പൂർത്തിയാകുന്നത് വരെ അതിനകത്ത് പ്രവർത്തിച്ചവർക്കാർക്കും നിർമ്മാതാവ് ഒഴിച്ച് മറ്റാർക്കും എന്നെപ്പറ്റി നല്ല അഭിപ്രായമല്ലായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ചെറുപ്പമായതുകൊണ്ട് പത്രം. പക്ഷേ ചിത്രത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞ് എല്ലാവരും ഓഫീസിലേക്ക് വരുമ്പോൾ, ടി നഗറിലെ ഓഫീസിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ ഒരു മൂലയിൽ ഒരു ബെഞ്ചിലിരിപ്പുണ്ട്. പ്രൊഡ്യൂസർ ഉൾപ്പെടെ മറ്റു പലരും വന്ന് എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നിട്ട് പറഞ്ഞു, ജി കെ പിള്ളയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. സെൻസറിങ് ഓഫീസർമാർക്കെല്ലാം വലിയ തൃപ്തിയായി. ഒരു പുതിയ നടൻ, പുതിയ വേഷം, ഗംഭീരമായിരിക്കും. ഞാൻ വളരെ വിനയത്തോടുകൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞു. സൗഭാഗ്യം. പക്ഷേ ഞങ്ങളൊക്കെ അപ്പോൾ അവർ പറയുകയും ചെയ്തു, ഞങ്ങളൊക്കെ ഭയപ്പെട്ടിരുന്നു. കാരണം ഒരു പുതിയ നടനല്ലേ, ഇത്രയും വലിയൊരു വേഷം, വലിയ വേഷമാണ്. ഒരു പുതിയ നടൻ ഇതുപോലെ ചെയ്യുക എന്ന് പറയുന്നത് അത് വിജയിക്കുമോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, നന്നായി. ആ ചിത്രം പൂർണ്ണ വിജയമായിരുന്നു. എൻ്റെ കഥാപാത്രവും വിജയമായിരുന്നു എന്ന് പ്രേക്ഷകർ, അന്നത്തെ പത്രങ്ങൾ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തുടർന്ന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. ഹലോ. മാധുരിയുടെ സാമർഥ്യമുണ്ട്, രക്ഷപ്പെട്ടു. മാധുരിയെ എനിക്ക് അറിഞ്ഞുകൂടി. ഞാനുണ്ടായിരുന്ന കമ്പാർട്ട്മെന്റ് സിഐഡിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു പഞ്ചാബിയായിരുന്നു. എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ടു. മരിച്ചിരിക്കും. പേടിക്കണ്ട മിസ്റ്റർ രാജൻ, ധൈര്യമായിരിക്കും. ആ, ഏതായാലും ഇതിവിടെ എത്തിയത്. എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് മെരിലാൻഡ് സ്റ്റുഡിയോ സുബ്രഹ്മണ്യം അവർകളെടുത്ത ചിത്രം. ഹരിചന്ദ്രയിൽ വിശ്വാമിത്രനായിരുന്നു. വളരെ പേരെടുത്തൊരു കഥാപാത്രവുമായിരുന്നു, ചിത്രവും അതായിരുന്നു. വിശ്വാമിത്രനായിട്ട് അന്നത്തെ മലയാള പത്രം എഴുതിയ വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. സാക്ഷാൽ വിശ്വാമിത്രനെ നമ്മൾ നീലായുടെ ഹരിചന്ദ്രനിൽ കാണുന്നു എന്നായിരുന്നു. അന്നത്തെ ഇതൊക്കെ എഴുതുമായിരുന്നു, ഇന്നത്തെ അല്ല. അത് കഴിഞ്ഞ് മന്ത്രവാദി, അത് കഴിഞ്ഞ് ഉള്ള ചിത്രമാണ് എൻ്റെ നാലാമത്തെ ചിത്രം എന്ന് പറയുന്നത് കൂടപ്പറപ്പ്. എന്നെ ആരാണോ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്ത് മദ്രാസിൽ അയച്ചോ അദ്ദേഹമാണ് ആ കൂടപ്പറപ്പ് എന്ന് പറയുന്ന ചിത്രം എടുത്തത്. എം.എ. റഷീദ് എന്ന് പറയും. അതിനകത്ത് വലിയ സംഭവങ്ങളുണ്ട്. അതിനകത്ത് വലിയ അത്ഭുതകരമായ കാര്യം, ആ ചിത്രത്തിലാണ് നമ്മുടെ പഴയ അംബിക നായികയായി അഭിനയിക്കുന്നത്. ആ ചിത്രത്തിലാണ് വയലാർ രാമവർമ്മ ആദ്യമായി മലയാള സിനിമയ്ക്ക് പാട്ടുകൾ എഴുതുന്നത്. കുമാരി തങ്കം അഭിനയിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിലാണ് പ്രേം നസീറിൻ്റെ അനിയൻ പ്രേം നവാസ് നായകനായി അഭിനയിക്കുന്നത്. ആ ചിത്രത്തിൽ ആണ് ജെ.ഡി. തോട്ടാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ വെച്ച് എൻ്റെ നാലാമത്തെ ചിത്രം ഒരു പലചരക്ക് കച്ചവടക്കാരൻ്റെ, ദാരിദ്ര്യ കുടുംബത്തിലുള്ള പലചരക്ക് കച്ചവടക്കാരൻ്റെ വേഷം അഭിനയിക്കുകയും മലയാളത്തിലും ഇന്ത്യയിലും എങ്ങും അന്ന് അവാർഡില്ലായിരുന്ന സമയത്ത് 1987 മദ്രാസ് ഫിലിം ഫാൻസ് അസോസിയേഷൻ്റെ നല്ല ക്യാരക്ടർ ആക്ടർ വാങ്ങിക്കുന്ന ഒരു നടൻ ഞാൻ മാത്രം.